നഴ്സുമാരുടെ സമരത്തിനെതിരെ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളുടെ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും ഹൈക്കോടതി ജഡ്ജി പിന്മാറി. ജസ്റ്റിസ് വി ഗോപിനാഥാണ് പിന്മാറിയത്. പ്രധാന ആശുപത്രി മാനേജ്മെന്റിന് വേണ്ടി അഭിഭാഷകനായിരിക്കെ ഹാജരായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജഡ്ജി പിന്മാറിയത് എന്നാണ് ലഭിക്കുന്ന വിവരം. രേഷ്മ ബാബു ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുക. രേഷ്മ, പറയൂ വിശദാംശം. രാഖി, നഴ്സുമാരുടെ സമരം ചോദ്യം ചെയ്തുകൊണ്ട് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നാണ് ജസ്റ്റിസ് പി ഗോപിനാഥ് പിന്മാറിയിരിക്കുന്നത്. താൻ അഭിഭാഷകനായിരിക്കെ ഈ ഹർജിക്കാരിൽ ഒരാളായിട്ടുള്ള പ്രധാന ആശുപത്രി ഗ്രൂപ്പിന് വേണ്ടി ഹാജരായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹർജി വീണ്ടും പരിഗണിക്കാൻ സാധിക്കില്ല. അത് പരിഗണിച്ചു കഴിഞ്ഞാൽ ചില ആരോപണങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് പിന്മാറുന്നു എന്നാണ് ജസ്റ്റിസ് പി ഗോപിനാഥ് ഇന്ന് ഈ ഹർജി പരിഗണനയ്ക്ക് വന്ന സമയത്ത് പറഞ്ഞത്. എന്തായാലും നഴ്സുമാരുടെ സമരം ചോദ്യം ചെയ്തുകൊണ്ട് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ നൽകിയ ഹർജി നാളെ മറ്റൊരു ബെഞ്ചായിരിക്കും പരിഗണിക്കുക. അവശ്യ സേവന നിയമത്തിന്റെ പരിധിയിൽ ഈ നഴ്സുമാരുടെ സേവനം വരുമോ എന്ന കാര്യത്തിൽ സർക്കാർ നിലപാട് അറിയിക്കാനായിരുന്നു ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയത്. എന്തായാലും നാളെ മറ്റൊരു ബെഞ്ച് പരിഗണിക്കും വരെ ഈ പ്രതിഷേധ സമരങ്ങൾ പാടില്ല എന്നുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നേരത്തെയുള്ള ഇടക്കാല ഉത്തരവ് തുടരുക തന്നെ ചെയ്യും. നേരത്തെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം മധ്യസ്ഥ ചർച്ചയൊക്കെ തന്നെ നടത്തിയിരുന്നുവെങ്കിലും അത് വലിയ രീതിയിൽ പരാജയമാവുകയായിരുന്നു. പിന്നീട് നഴ്സുമാർ തങ്ങളുടെ സമരം പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നഴ്സുമാർ സമരം ചെയ്യുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ യസ്മ പ്രയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിലെ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ ഹർജി നൽകിയത്. ഇതിലടക്കം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും മറ്റൊരു ബെഞ്ചായിരിക്കും നാളെ പ്രസ്തുത ഹർജി വീണ്ടും പരിഗണിക്കുക. രാഖി, നഴ്സുമാരുടെ സമരത്തിനെതിരെ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളുടെ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നാണ് ഹൈക്കോടതി ജഡ്ജി പിന്മാറിയത്. ജസ്റ്റിസ് പി ഗോപിനാഥാണ് പിന്മാറിയത്. പ്രധാന ആശുപത്രി മാനേജ്മെന്റിന് വേണ്ടി അഭിഭാഷകനായിരിക്കെ ഹാജരായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പിന്മാറ്റം എന്നുള്ളതാണ് രേഷ്മ ബാബു നൽകിയത്.